കഥ പാവമായ ഒരു കൃഷിക്കാരൻ കേശവനും അയാളുടെ ഭാര്യയായ മധുമതിയുടെയാണ്. കേശവന് മാവ്, നാരകം, പിന്നെ പുളിയുടെ മരം ഉണ്ടായിരുന്നു. എന്നിട്ട് അയാള് പാടത്തിന്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്ഥലം വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം വിൽക്കുമായിരുന്നു. ഇയാൾക്ക് കിട്ടുന്ന ലാഭം വളരെ തുച്ഛമായിരുന്നു. ഒരു ദിവസം നടന്ന സംഭവമാണ്. നാട്ടിൽ സർക്കാരിന്റെ സൂചന വന്നു. കേട്ടോളൂ കേട്ടോളൂ എല്ലാവരും കേട്ടോളൂ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നാളെ മുതൽ 15 ദിവസത്തേക്ക് സ്വയം തൊഴിലിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ പോകുന്നു. അവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും വീട്ടിലുണ്ടാക്കുന്നതെല്ലാം അവിടെ പഠിപ്പിച്ചു തരും. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേര് ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്തോളാം കേട്ടോ. ഇത് കേട്ടപ്പോ മധുമതി കേശവനോട് പറഞ്ഞു, ഞാനും ആ സ്ഥലത്ത് പോയിട്ട് മുറബ്ബ ഉണ്ടാക്കാൻ പഠിക്കട്ടെ. നീ അച്ചാർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പോവാനാ? നമ്മുടെ പാടത്തുള്ള മാങ്ങ, നാരങ്ങ, പുളി ഉപയോഗിച്ച് നമുക്ക് നല്ല മുറബ്ബ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുമല്ലോ. ശരി, ഇതും കൂടി ഒന്ന് നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അടുത്ത ദിവസം തൊട്ട് മധുമതി സർക്കാരി ശിവറിൽ പോയി. അവിടെ അവരെ മാങ്ങ അച്ചാർ, പുളി, പിന്നെ നാരത്തിന് മുറബ്ബ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അവര് എന്നും അവിടെ പോകാൻ തുടങ്ങി. എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്ന മധുമതി മാങ്ങയും നാരങ്ങയുടെ അച്ചാറുണ്ടാക്കി. ഇത് നോക്കൂ, ഒന്ന് രുചിച്ചു നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊടുത്തത് മുഴുവനും കേശവാണെങ്കിൽ കഴിക്കാനിരുന്നു. ഇത് കണ്ടപ്പോ മധുമതിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇപ്പൊ ആവശ്യമുള്ളത് കഴിച്ചോളൂ, നാളെ വിൽക്കുന്ന സമയത്ത് ഇത് കഴിക്കല്ലേ. കേശവ് അവളുടെ മുഖത്തോട്ട് നോക്കി പിന്നെ തിരിച്ച് കഴിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം തൊട്ട് കേശവ് തട്ടുകടയില് അച്ചാറും വെക്കാൻ തുടങ്ങി. കേശവന്റെ തട്ടുകട ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരെ കാണാത്തത്. അതുകൊണ്ട് വിൽപ്പനയും അധികം ഇല്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബത്തിൽ ഇത്ര ദൂരത്തൊന്നും ആരും ഒന്ന് വാങ്ങിക്കാൻ എങ്ങനെ വിൽക്കാൻ പറ്റില്ലെന്ന്. അടുത്ത ദിവസം തൊട്ട് മധുമതി തട്ടുകടയുടെ അടുത്ത് ഒരു കുടത്തിനകത്ത് വെള്ളം വെച്ചു. ഇനിയിപ്പോ ആൾക്കാര് വെള്ളം കുടിക്കാൻ വന്നിട്ട് അച്ചാറും മുറബ്ബയും മേടിക്കും. മധുമതി ചിന്തിച്ച ഈ പ്ലാന് നല്ലതായിരുന്നു. ആൾക്കാർ അവിടെ വെള്ളം കുടിക്കാനും വരും, പിന്നെ അച്ചാറും മുറബ്ബയും മേടിച്ചിട്ട് പോകും. ഇപ്പോ മധുമതിക്ക് കൂടുതൽ അച്ചാറും മുറബ്ബയും ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ കൃഷി പോലും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതെ, എനിക്കിപ്പോ സഹായത്തിന് ആവശ്യമുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ എന്റെ അനിയത്തിയെ ഇങ്ങോട്ട് വിളിച്ചാലോ? അവൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമല്ലോ. നീ എന്ത് വിചാരിക്കണോ അത് തന്നെ നീ ചെയ്തോ. മധുമതിയും അവളുടെ അനിയത്തിയും ചേർന്ന് അച്ചാറും മുറബ്ബയും ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ ദിവസം കൂടുമ്പോ അവരുടെ വ്യവസായം കൂടി വന്നു. ഇപ്പോ ഏതു നേരവും ആ തട്ടുകടയിൽ ആൾക്കൂട്ടമാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആ തട്ടുകട ഒരു കടയായിട്ട് മാറി. പിന്നെ മധുമതി 4-5 സ്ത്രീകളെ അവളെ സഹായിക്കാൻ നേരെ വീട്ടിൽ തന്നെ വിളിപ്പിച്ചു. മധുമതിയും കേശവന്റെ കഠിന പരിശ്രമം കാരണം 1 വർഷത്തിനകം അവര് സ്വന്തമായിട്ട് ഒരു ഗോഡൌൺ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ഒരു അച്ചാർ ഫാക്ടറി ആയിട്ട് മാറ്റി. ഇപ്പൊ മധുമതി സ്വയമായിട്ട് എല്ലാരെയും ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് കൂലിയും കൊടുക്കുമായിരുന്നു. മധുമതി ഇപ്പം പപ്പടം ഉണ്ടാക്കാനും തുടങ്ങി. ഇപ്പൊ അവരുടെ ഗോഡൌണിൽ നിന്ന് പല കടകൾക്കും അച്ചാർ, പപ്പടം, പിന്നെ മുറബ്ബയും അയക്കുമായിരുന്നു. കേശവും മധുമതിയും ഒരുപാട് സന്തോഷിച്ചു. അവരുടെ വ്യവസായം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഒരു ദിവസം അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം വലിയൊരു കമ്പനിയുടെ ഓഫീസർ അവരെ കാണാൻ വന്നു. നിങ്ങളുടെ അച്ചാറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്ദിയുണ്ട്. ഞങ്ങള് എക്സ്പോർട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് അച്ചാറ്, സ്വീറ്റ്സ്, പപ്പടം ഇതെല്ലാം ഞങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ഡിമാൻഡാണ് അവിടെ. വിദേശത്തോ? അതെ, അതിനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ വന്നത്. മധുമതിക്കും കേശവനും വലിയൊരു കോൺട്രാക്ട് ആണ് കിട്ടിയത്. ഇത് കാരണം അവരുടെ ഭാഗ്യം തന്നെ അങ്ങ് മാറി. തുടക്കത്തിൽ അവർക്ക് ഒരു ഫാക്ടറി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ പലയിടത്തും അവരുടെ ഫാക്ടറി ഉണ്ട്. ഓരോ വലിയ ടൗണിലും അവരുടെ സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കേശവന്റെ മധുമതിയുടെയും വലിയൊരു കമ്പനി ഉണ്ട്, ശ്രീ കൃഷ്ണ ഫുഡ്സ്. ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല, പക്ഷേ വിദേശത്തും നല്ല സംസാരം ഉണ്ടായിരുന്നു. മിതാലി, ഇത് നോക്കുമോളെ, പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി
അരിഞ്ഞു ഉണങ്ങാനായി വെക്കണം, മനസ്സിലായോ? എന്തിനാ അമ്മൂമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരി അമ്മൂമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. ഒരു വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു. മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാറുണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി. മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ 2 പേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി
ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ, സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു. ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിതാലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്.